എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ശീമച്ചക്ക മസാല തോരനാണ്. അതിനായിട്ട് ഒരു ശീമച്ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഈ ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം ഇതിൻ്റെ തൊലി ചെത്തി മാറ്റണം. അതിനുശേഷം ഈ നടുക്കിരിക്കുന്ന ഈ കൂഞ്ഞു പോലത്തെ സാധനവും ചെത്തിക്കളയണം. ഇപ്പോൾ ശീമച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 വെള്ളം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. ശീമച്ചക്ക നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഏകദേശം 15 അല്ലി ചുവന്നുള്ളിയാണ്. ഇത് കുറച്ച് വലിപ്പമുള്ള ചുവന്നുള്ളിയാണ്. ഇനി ഒരുണ്ട വെളുത്തുള്ളി, ചെറിയൊരു ഉണ്ട വെളുത്തുള്ളിയാണ്. കുറച്ച് തേങ്ങാക്കൊത്ത്, കുരുമുളക് പൊടി, ഗരം മസാല, ഒരു മുറി തേങ്ങ ചിരകിയത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാക്കിയ മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1.5 സ്പൂണ് മല്ലിപ്പൊടി കൂടി ഇടാം. ഇത് ചൂടാക്കി പൊടിച്ച മല്ലിപ്പൊടിയാണ്. പച്ചപ്പൊടിയാണെങ്കിൽ മുളക് പൊടി ചൂടാക്കുന്ന കൂട്ടത്തിൽ മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കി എടുക്കണം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, തേങ്ങ ചിരകിയതും ഈ പൊടികളും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കയിലേക്ക് ഉള്ളി, തേങ്ങാക്കൊത്ത്, ചതച്ചെടുത്ത അരപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇത് മിക്സി കഴുകിയെടുത്ത വെള്ളമാണ്. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റാം. ഇനി അടച്ചു കൊടുത്ത് വേവിക്കാം. തോരൻ ആവി വന്ന ശേഷം തീ കുറച്ച് വെച്ച് വേണം ബാക്കി കുക്ക് ചെയ്യാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇടാം. ഇനി ഒന്നുകൂടി അടച്ചു കൊടുക്കാം. ചക്ക വെന്തിട്ടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. സ്വല്പം വെള്ളം ഇതുപോലെ നടുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. സ്വല്പം ഈർപ്പവും കൂടെ മിച്ചമുണ്ട്. ഇനി അതും കൂടെ ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ അടുപ്പിൽ തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ തോരന്റെ ഈർപ്പമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എരിയോ ഉപ്പോ എന്തെങ്കിലും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ കുരുമുളക് പൊടി ചേർക്കുക, അല്ലെങ്കിൽ ചൂടാക്കിയ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ശീമച്ചക്ക തോര റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ശീമച്ചക്കയുടെ സീസൺ ആണ്, അതുകൊണ്ട് മിക്കവരുടെയും വീട്ടിൽ ഇത് കാണും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.